ചെറ്റ വർത്താനം പറയുന്ന യൂട്യൂബ് വ്യൂസിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരുപാട് അലവലാദികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിലൊരു അലവലാദിയാണ് ഈ ഇരുന്ന് കുറയ്ക്കുന്നത്. മനസ്സിലായോ? ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറെ നാളായി ഒരു പ്രോപ്പർ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് അല്ലേ, കുറച്ച് സീരിയസ് ആയിട്ടാണ് ഇപ്പൊ എല്ലാം ചെയ്യാറ്. എനിക്കും ബോറടിച്ച് തുടങ്ങി ഗൈസ്. ഒരാളെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മുതലിനെ കിട്ടിയിട്ടുണ്ട്. ആ മുതലുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആ മുതലാണ് ഗൈസ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രാഹുൽ ഈശ്വർ. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ബാക്കിയെല്ലാം യൂട്യൂബേഴ്സ് ബ്ലഡി ഫൂൾസ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ബാലഭാസ്കറിന്റെ വീഡിയോ ചെയ്യുന്ന എല്ലാം ഊളകള് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇട്ട്. നമ്മളും ആ ഒരു ടോപ്പിക്കിൽ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എത്രമാത്രം എഫേർട്സ്, എത്രമാത്രം വർക്ക് അതിന്റെ പുറകിലുണ്ടെന്ന്. അല്ലാതെ വന്നിരുന്ന് വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് അല്ലെന്നത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ചില ടീംസ് ഉണ്ട് ഈ വാർത്താ ചാനലിലൊക്കെ പോയിരുന്ന വളവളാന്ന് വായിട്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റ് താന്ന് പറഞ്ഞ് ഇരക്കുന്ന ടീംസ് ഒക്കെ ഉണ്ട്. അവരെ പറ്റിയൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. ഈ വീഡിയോ ഞാൻ വർക്കൊന്നും ചെയ്തിട്ടൊന്നും ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അണ്ണൻ എന്തൊക്കെയാണ് പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ബാലഭാസ്കറിന്റെ മരണത്തിൽ അന്യഗ്രഹ ജീവികൾക്ക് പങ്കുണ്ടോ? ഉണ്ടോ അണ്ണ? ഉണ്ടോ? അണിയേതാ പണിയേതാന്നറിയാത്ത വിടലകൾക്ക് ചിലപ്പം പങ്കുണ്ടെന്നൊക്കെ തോന്നും. കുറ്റം പറയാൻ പറ്റത്തില്ല. വളിക്ക് വിളിയേക്കുന്ന ടീംസ് ആണ് ഗൈസ്. ഭാസ്കറിന്റെ മരണം എങ്ങനെയാണ്? അത് കൊലപാതകമാണോ? മുൻ സീറ്റിലിരിക്കുന്ന 2 പേരും അപകടത്തിൽ മരിച്ചില്ല. പകരം പിൻ സീറ്റിലിരിക്കുന്ന ബാലഭാസ്കറാണ് മരിച്ചത്. ഇത് എന്തുകൊണ്ട് നാസ അന്വേഷിക്കുന്നില്ല? കൗണ്ടർ അടിച്ചാടെ തിരിച്ചു കൊടുക്ക്. നാസയുടെയൊക്കെ പേരൊക്കെ പറയുന്നത് കേട്ടില്ലേ അണ്ണ? ഈ കൗണ്ടർ ആണെങ്കിൽ അതിനകത്തൊക്കെ ഒരു ലോജിക്ക് വേണ്ടണ്ണ. നാസയൊക്കെ എന്തുകൊണ്ടാണ് ഈ വണ്ടി ഇടിച്ച പരിപാടിയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയത്? ഒരു നിലവാരമില്ലാത്ത സാധനമാണ് അടിച്ചു വിടുന്നത്. ഒരു മാറ്റവും ഇല്ല. യഥാർത്ഥത്തിൽ ലക്ഷ്മിക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ലേ? ലക്ഷ്മിക്ക് ബാക്കിയുള്ളവരുമായിട്ട് ബന്ധം അത് ഉണ്ടായിരുന്നില്ലേ? അതല്ലേ ഇതിന്റെ പിന്നിലെ കാരണം? തുടങ്ങിയ ചെറ്റ വർത്താനം പറയുന്ന യൂട്യൂബ് വ്യൂസിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരുപാട് അലവലാദികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിലൊരു അലവലാദിയാണ് ഈ ഇരുന്ന് കുറയ്ക്കുന്നത്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മ, ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യയാണ് നിങ്ങൾ ഇങ്ങനെ വേട്ടയാടുന്നത്. അനാവശ്യമായി സംശയങ്ങൾ പറഞ്ഞ്, അനാവശ്യമായി ദുസ്സൂചനകൾ വെച്ച് പറഞ്ഞ്, ഒരു ഉളുപ്പില്ലാത്ത, എനിക്കത് കണ്ടിട്ട് ദേഷ്യം വരുന്നു. ബാലഭാസ്കറിനെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും ലക്ഷ്മിയെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും അവരുടെ പ്രണയകാലത്ത് തന്നെ പരിചയമുള്ളതുകൊണ്ടും എന്റെ സീനിയർ ആയിരുന്നു കൊണ്ടും പല പരിപാടിക്കും ഒരുമിച്ച് പോയിരുന്നത് കൊണ്ടും ഇങ്ങനെ ഉളുപ്പില്ലാത്ത വാർത്തകൾ ചമയ്ക്കുന്ന കള്ളന്മാരെ കണ്ട് എടാ നിനക്ക് വേറെ പണികളില്ലേ എന്ന് ചോദിക്കാൻ തോന്നും. കാലാകാലങ്ങളായി മലയാളികൾ താങ്കളെടുത്ത് ഇത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത്. നിനക്ക് വല്ല പണിക്കും പൊക്കൂടാ, എന്തിനാടാ ഇങ്ങനെ തൊലയാൻ നടക്കുന്നത്? ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അണ്ണാച്ചി വന്നേക്കുന്നത്. ലക്ഷ്മിയെ സൈബർ ബുള്ളി എന്നോ എന്നൊക്കെ പറഞ്ഞിട്ട്. അണ്ണാ കമന്റ് സെക്ഷനിൽ സൈബർ ബുള്ളിങ് നല്ല രീതിയിൽ ലക്ഷ്മിക്ക് വരുന്നുണ്ട്. അല്ല, യൂട്യൂബേഴ്സ് അങ്ങനെ സംസാരിച്ച് ലക്ഷ്മിയെ ഇങ്ങനെ ബുള്ളി ചെയ്ത് സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും അവരുടെ ഫീലിങ്സിന് ഒരു പരിഗണന കൊടുത്തിട്ടൊക്കെ തന്നെയാണ് സംസാരിച്ചത്. പിന്നെ പുള്ളിക്കാരത്തിയുടെ ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും സംശയങ്ങൾ തോന്നും. ആ സംശയങ്ങൾ പലരും പല വീഡിയോസിലായിട്ട് വന്നിരുന്നു പറഞ്ഞു എന്ന് മാത്രം. അതിപ്പോ അണ്ണന് ബുദ്ധി ഇല്ലാതെ നമ്മുടെ കുറ്റമല്ലല്ലോ. അതിപ്പോ ഈ പറയുന്ന ബാലഭാസ്കറിന്റെ വീട്ടുകാർക്കും തോന്നിയ സംശയങ്ങളാണ്. ഈ പറയുന്ന ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയും പെങ്ങളും നേരിടുന്ന സൈബർ ബുള്ളിങ്ങിനെ പറ്റി എന്താണ് സംസാരിക്കാത്തത്? കുറെ കൂടെ സ്ട്രോങ് ആയി പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, എന്റെ നിലവാരത്തിന് ചേരാത്തോണ്ട് പറയുന്നില്ല. അണ്ണന്റെ നിലവാരമോ? അണ്ണന്റെ നിലവാരം നമ്മൾ പണ്ട് മറ്റേ മലയാളി ഹൗസിൽ പോയപ്പോ കണ്ടായിരുന്നു. അണ്ണന്റെ നിലവാരം കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ കേട്ടാ. ബാക്കിയുള്ള ഈ യൂട്യൂബ് ചാനലുകാർ ഇത്ര ഉളുപ്പും മയവും ഇല്ലാതെ കള്ളക്കഥകൾ ഉണ്ടാക്കി വിടുന്നത് എന്തെങ്കിലും ഒരു മാന്യത ഉണ്ടായിട്ടാണ്. യവനെ പോലൊരു കള്ളനി കേരളത്തിൽ കാണത്തില്ല. എടോ, താൻ ഈ ചാനലിൽ കയറിയിരുന്ന് പറയുന്ന അത്രയും വെടലത്രയൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ 2 കാലിലും മന്തുള്ളവൻ വിരലിലെത്തുന്ന മന്തുള്ളവൻ നോക്കി കളിയേക്കുന്ന ഏർപ്പാടാണല്ലോ. അണ്ണനെടുത്ത് നമുക്കിത് ചോദിക്കുള്ളൂ, ലേശമുള്ളൂ. അണ്ണനെ കാണാൻ തീട്ടത്തിൽ ചവിട്ടിയ തീട്ടത്തിന് മാറ്റം വരും. ആ അവസ്ഥയാ. നിങ്ങൾ പ്രേക്ഷകർ ഓർക്കണം, നിങ്ങളെ പറ്റിക്കാനാണ്, നമ്മളടക്കമുള്ള സാധാരണ ജനങ്ങളെ പറ്റിക്കാനാണ്. ബാലഭാസ്കറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞാലേ യൂട്യൂബ് വ്യൂസ് ഉണ്ടാകും, അല്ലെങ്കിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞാലേ എന്തെങ്കിലും പഞ്ചുള്ളൂ, ഗുമ്മുള്ളൂ. ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ മാഫിയ തട്ടിപ്പാണ്. എവിടെങ്കിലും അവിടെ നിന്ന് ഇവിടുന്ന് ഓരോരോ സംശയങ്ങൾ എടുത്തു വെച്ച് പർവ്വതീകരിച്ച് വൃത്തികേട്ട് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. അണ്ണന്റെ അടുത്ത് ഈ കേസിനെ പറ്റി ആരെങ്കിലും പറഞ്ഞു തന്ന അറിവ് മാത്രമേ അണ്ണനുള്ള വിവരവും ബോധവും പൊക്കടം ഉള്ളവർ അത്യാവശ്യം വായിക്കാനും എഴുതാനും അറിയാവുന്നവന് മനസ്സിലാവും ഈ കേസിനകത്ത് എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ടെന്ന്. ഇത് നമ്മളാരും കണ്ടുപിടിച്ചതൊന്നുമല്ല. ഈ കേസ് അന്വേഷിച്ച് തുടങ്ങി ഇന്ന് വരെ ഉള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് പരിശോധിച്ച് നോക്കുവാണെങ്കിൽ
വിവരം ഉണ്ടെങ്കിൽ മനസ്സിലാവും. അല്ല, CBI വന്ന് ഇത് അപകട മരണമാണെന്ന് സ്ഥിരീകരിച്ച കേസ് ബാലഭാസ്കറിന്റെ അച്ഛൻ കൊണ്ടുപോയി ഹർജി കൊടുത്ത സമയത്ത് ഇത് എന്തുകൊണ്ട് പിന്നെ റീഓപ്പൺ ആക്കി? കോടതി പൊട്ടനാണോ? കോടതിക്കും അതിനകത്ത് എന്തോ ഒരു കഴമ്പുണ്ടെന്ന് തോന്നിയതിന്റെ പേരിലായിരിക്കണമല്ലോ. കഴിഞ്ഞ ദിവസം ബാലഭാസ്കറിന്റെ കസിൻ ആ ഒരു പെങ്ങള് വന്നിട്ട് കുറെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് പറഞ്ഞു. കേസ് റീഓപ്പൺ ആക്കണം എന്ന് പറഞ്ഞ് അവര് കൊടുത്ത പരാതിക്കകത്ത് അവർക്കുണ്ടായ സംശയങ്ങൾ ഓരോന്നായിട്ട് എണ്ണി പറഞ്ഞു. അതിന് വല്ല മറുപടി ഉണ്ട്. അത് കേട്ടോ നിങ്ങൾ? അത് എന്താണെന്ന് കേട്ടാ? ചുമ്മാ ഏതോ അവൻ വിട്ട വളിയും കേട്ട് ഇവിടെ വന്നിരുന്ന് കിണയ്ക്കുവാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുപോലെ മണ്ടത്തരം വിളിച്ച് എഴുന്നള്ളിക്കരുത്. വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് സംസാരിക്കണം. വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് ചുമ്മാ കൊണയടിക്കുന്ന ചാനൽ, അണ്ണന്റെ കൂട്ടുള്ള ചാനലുകൾ ഉണ്ടായിരിക്കും. പക്ഷെ എല്ലാവരെയും കൂടെ ആ ഒരു ഗണത്തിൽ പെടുത്താൻ നിൽക്കരുത് കേട്ടോ. ഒരു സ്വന്തം മകള് നഷ്ടപ്പെട്ട ഒരു അമ്മയാണ് അവിടെ ആ ലക്ഷ്മി. സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ട വീട്ടുകാരോടൊക്കെ, രണ്ട് വീട്ടുകാരോടും അവർക്ക് പ്രശ്നമുണ്ട്. ലക്ഷ്മിക്ക് ആരുമില്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീയെ അങ്ങനെ നിങ്ങളുടേതായ സ്വകാര്യ താല്പര്യങ്ങൾക്കും വ്യൂസിനും വേണ്ടി പറയുന്നതിന് എന്തെങ്കിലും ഉളുപ്പ് മര്യാദയും വേണം. ഇതിങ്ങനെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. അവരെ പറ്റി ഒന്നും പറയാനില്ല അണ്ണനി. ഇവിടെ എല്ലാവരും ലക്ഷ്മിക്ക് ഉണ്ടായ നഷ്ടവും പുള്ളിക്കാരത്തിയുടെ ഇമോഷൻസും എല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഓരോരുത്തരും വീഡിയോ ചെയ്യുന്നത്. ഈ കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആവാൻ പോകുന്ന ലക്ഷ്മിയാണ്. ഓരോരുത്തരും ലക്ഷ്മിയുടെ മുകളിൽ ഇപ്പൊ ചാർത്തിയിരിക്കുന്ന ദുരൂഹതകളെല്ലാം അന്നേരം മാറും. ലക്ഷ്മി ഇതിനകത്ത് നിരപരാധിയാണെന്ന് എല്ലാവരും പറയും. അപ്പൊ മറ്റാരേക്കാൾ കൂടുതൽ ഈ കേസിന്റെ ചുരുൾ അഴിയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് ലക്ഷ്മിക്ക് തന്നെയാണ്. അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? പിന്നെ കമന്റ് സെക്ഷനിൽ കുറെ വെടലകൾ വന്നിരുന്നിട്ട് ലക്ഷ്മിയെ കുറ്റം പറയുന്നുണ്ട്. അതിപ്പോ ദൈവം നമ്പുരാൻ നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടാലും പുള്ളിക്കാരനെ തെരുവിളിക്കാൻ ആളുകൾ ഉണ്ടാവും. ഈ രീതിയിൽ പറയുന്നവർക്ക് ഇതിനെതിരെ ഒന്നും കേസെടുക്കാനും യാതൊരു വകുപ്പുമില്ല. കാര്യം എല്ലാം ഉണ്ടത്രയിലാണ്. എങ്ങനെയാണ് ഉണ്ടത്രയെ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ബിജു മേനോൻ റൺ ബേബി റണ്ണിൽ പറയുന്നത് പോലെ ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ ഗോൾഡ് മാഫിയ ഉണ്ടത്രേ. ഞങ്ങൾ ബാലഭാസ്കറിനെ എവിടെ വെച്ച് ആൾക്കാർ ആക്രമിക്കുന്നത് കണ്ടത്രേ. അല്ല രാഹുലണ്ണ, ഈശ്വരൻ ശരിക്കും ഉണ്ടാണ അതോ ഉണ്ടത്രയാണോ? നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ്. അണ്ണന്റെ അഭിപ്രായം എന്താ? ഈശ്വരൻ ഉണ്ടത്രേ എന്നാണോ അണ്ണനും പറയുന്നത്? മീഡിയക്കാരും ഇങ്ങനെ ഒരുപാട് പേരുടെ ജീവിതം തീർത്തിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും വലിയ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് നമ്പിനാരായണൻ. ഇന്ത്യയുടെ ശാസ്ത്ര രംഗത്തിൽ ഒരുപാട് കുതിപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ടായിരുന്ന ആ മനുഷ്യനെ ഇതേപോലെ ചാരക്കേസ് നടന്നിട്ടുണ്ടത്രേ. മാലി വനിതകളിലൂടെ ഇന്ത്യൻ ചാരരഹസ്യം, സ്പേസ് രഹസ്യം നമ്മുടെ പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ടത്രേ. ഇങ്ങനെ പറഞ്ഞ് ആ മനുഷ്യൻ 50 ദിവസം ജയിലിൽ കിടക്കും. 50-51 ദിവസം ജയിലിൽ കിടക്കും. അതുകൊണ്ട് എന്റെ പൊന്നെണ്ണ, നമ്പിനാരായണനൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് 1994. അന്ന് യൂട്യൂബ് ഒന്നും ഇല്ലടാ ഉവേ. നിങ്ങൾ എന്തുവാണ് ഈ പറയുന്നത്? ഇതിപ്പോ യൂട്യൂബിലിരുന്ന് യൂട്യൂബിനെ കുറ്റം പറയുവാണോ അതോ മീഡിയക്കാരെ കുറ്റം പറയുവാണോ? എന്താണ് അണ്ണന്റെ പ്രശ്നം? എന്താണ് നിങ്ങളുടെ പ്രശ്നം? നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും രീതിയിൽ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയണം. എന്തുകൊണ്ട് പ്രകാശൻ തമ്പിയുടെ കയ്യിൽ ആ മൊബൈൽ വന്നു? ആ പ്രകാശൻ തമ്പിയുടെ മൊബൈൽ എന്തുകൊണ്ട് തിരിച്ച് ലക്ഷ്മി മേടിച്ചില്ല? സ്വന്തം ഭാര്യ, സ്വന്തം കുഞ്ഞും ഹസ്ബൻഡും മരിച്ചിരിക്കുന്ന അവസരത്തിൽ ബാലഭാസ്കറിന്റെ ഫോൺ എവിടെ പോയി അന്വേഷിക്കൂ? അയാൾ പറഞ്ഞു പിന്നെ കൊണ്ടുതരാം. അച്ചോടോ തക്കുടു വാന്തേ. അയാൾ പറഞ്ഞു പിന്നെ കൊണ്ടുതരാം. അതിനകത്ത് ഒരു ദുരൂഹത അണ്ണന് തോന്നിയില്ല. അവൻ ആ ഫോണ് കൈവച്ചതിന് അണ്ണന് ഒരു തോന്നിയിട്ടില്ല. എന്നിട്ട് കൊണ്ടുതരാന്ന് പറഞ്ഞ ഫോൺ തിരിച്ചു കൊണ്ട് കൊടുത്ത ഇല്ലല്ല, തിരിച്ചു കൊണ്ട് കൊടുത്തില്ലല്ല. പക്ഷെ മറ്റേ തമ്പിയെ സംശയിച്ചൂടെ? എന്തുകൊണ്ട് അവൻ കൈവച്ചു എന്നൊരു ചോദ്യോടുണ്ട്. അപകടം നടന്നതിന് ശേഷം ബാലഭാസ്കറിന്റെ ഫോണും വാലറ്റും ഇവന്റെ കയ്യിൽ എങ്ങനെ എത്തിയെന്നുള്ള സംശയമുണ്ട്. അങ്ങനെ പല ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതൊന്നും അറിയാതെ വെറുതെ ഇരുന്ന് കുണുകുണു അടിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം യൂട്യൂബിൽ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. 6 കൊല്ലം മുമ്പൊക്കെ ഉള്ള സാധനങ്ങൾ കിട്ടും. അണ്ണ ഇരുന്ന് കൃത്യമായിട്ട് അതൊക്കെ ഒന്ന് പഠിക്കും. എന്നിട്ട് വന്നിരുന്ന് കുണയടിക്കാൻ നിൽക്കും. നമ്മൾ ആക്സിഡന്റ് തീരുമ്പോൾ നമ്മുടെ ഭാര്യയോ നമ്മുടെ അമ്മയോ നമ്മുടെ കുട്ടിയോ ഒക്കെ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് നീയൊന്നും സ്വർഗത്തിൽ പോലും പോകില്ല, നരകത്തിലിരുന്നെങ്കിൽ നീ ഒക്കെ കാണും. എന്തെങ്കിലുമൊക്കെ മര്യാദ കാണി. CBI അന്വേഷണം 2 കഴിഞ്ഞു, പോലീസ് അന്വേഷിച്ചു, ഒരു ആക്സിഡന്റ് പറ്റി ആ വ്യക്തി മരിച്ചു. ഇനി എന്ത് ചെയ്യണം? അതിന്റെ വീട്ടിൽ അന്യഗ്രഹ ജീവികളാണെന്ന് പറയണം. ഈ കേസിനെ പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും ഇങ്ങേർക്ക് അറിയത്തില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇടയ്ക്ക് വെച്ച് ദിലീപിന്റെ കേസും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. ദിലീപ് നിരപരാധിയാണെന്നും പറഞ്ഞിട്ട്. മേ ബി ചിലപ്പോൾ ദിലീപ് നിരപരാധി ആയിരിക്കും. പക്ഷെ ദിലീപിന്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് അറിയോ? ഇങ്ങനെ പോലുള്ള ഒരു ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ദിലീപിന്റെ ഏറ്റവും വലിയ ശാപം. ദിലീപിന് നിരപരാധിയാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ ഒന്നുകൂടെ വെറുക്കത്തുള്ളൂ. എന്റെ പൊന്നെണ്ണ, ദിലീപിനോട് എന്തെങ്കിലുമൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ദിലീപിന്റെ പേരിന് മിണ്ടാൻ നിൽക്കില്ല. അങ്ങനെ എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ച് പൊക്കോട്ട്. ഇതുപോലെ സെൻസേഷൻ ആയിട്ടുള്ള കേസും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് എന്താണോ ജനങ്ങൾ പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞ് അണ്ണനൊന്ന് ഷൈൻ ചെയ്യണം. അതാണ് അണ്ണൻ ഇപ്പോഴും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. മനസ്സിലായോ? ഒരു ബാഡ്ജ് ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട്. എന്തിനാണോ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഡ്ജ് കുത്തി വെച്ചേക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ള ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും അണ്ണനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരിയെങ്കിൽ ടാറ്റ ബൈ ബൈ.